ഹലോ ഗൈസ്, ഇതിലൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് സീലിയ മൈനിങ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. സീലിയ മൈനിങ് ആപ്ലിക്കേഷനെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു മൈനിങ് ആപ്ലിക്കേഷൻ കുറേ മുന്നേ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇവയുടെ സെക്കൻഡ് വേർഷൻ ആപ്ലിക്കേഷൻ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മൈനിങ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ സീലിയ മൈനിങ് ടോക്കൺ ഏൺ ചെയ്യാൻ പറ്റും. നോർമലി ആദ്യത്തെ മൈനിങ് ആപ്ലിക്കേഷനിൽ കുറേ ആളുകൾ എലിജിബിൾ ആയിരുന്നു, കുറേ ആളുകൾ എലിജിബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എലിജിബിൾ ആയ ആളുകൾ തന്നെ ടോക്കൺ വിഡ്രോവൽ ഒന്നും ചെയ്യാതെ തന്നെ ഇട്ടിട്ടുണ്ട്. സോ അവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. നിങ്ങൾ വീഡിയോ മുഴുവനായി തന്നെ കാണുക. സോ നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് വേണ്ടി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് കണ്ട് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്ലേ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനിയും ജോയിൻ ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള റെഫറൽ കോഡൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻ്റർഫേസ് ആണ് വരിക. ഓൾറെഡി ഞാൻ പറഞ്ഞു, ആദ്യത്തെ ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ അതേ ഇമെയിൽ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ഞാൻ എൻ്റെ ആദ്യത്തെ ഈ ഒരു അക്കൗണ്ട് തന്നെയാണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ പോയിന്റ്സ് ഇവിടെ കാണാൻ പറ്റും. ഇത് സീലിയ ടോക്കൺ അല്ല, പോയിന്റ്സ് ആണ്. ഈ ഒരു പോയിന്റ്സ് കൺവേർട്ട് ചെയ്തിട്ടാണ് സീലിയ ടോക്കൺ നമുക്ക് ലഭിക്കുന്നത്. ഇതിന് തൊട്ടതായ സീലിയ ടോക്കൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടാകും. അതായത് ഈ ഒരു ടോക്കൺ അല്ല, മന്ത്ലിയാണ് സീലിയ മൈനിങ് ടോക്കൺ ആയിട്ട് കൺവേർട്ട് ആവുന്നത്. ഇതിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മൈൻ ചെയ്യുക, അതുപോലെ തന്നെ കുറച്ച് പോയിന്റ്സുകളൊക്കെ ഏൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എങ്ങനെ എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. താഴെ വന്നു കഴിഞ്ഞാൽ മൈൻ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈൻ ചെയ്യാനുള്ള പേജിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ചുറ്റികയുടെ ഒരു ഹാമറിൻ്റെ ഒരു ചിഹ്നം കാണാം റൗണ്ടിൽ. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ആഡ്സ് വരും. ആഡ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈനിങ് സ്റ്റാർട്ടായി. ഇതിൽ 24 ആണ് മൈനിങ്. ഓൾറെഡി എന്താകുന്നത് ഓട്ടോമാറ്റിക്കലി അവിടെ സ്റ്റാർട്ടായിട്ടുണ്ടാവും. അതിൻ്റെ പെർ ഹവർ എത്ര പോയിന്റ്സാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു മൈനിങ് 24 മണിക്കൂർ കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. വീണ്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് അതിൻ്റെ പോയിന്റ്സ് ഇപ്പോൾ തന്നെ അവിടെ ആഡ് ചെയ്ത് കാണാൻ പറ്റും. 2-3 രീതിയിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഇവിടെ എയർ ഡ്രോപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോ എയർ ഡ്രോപ്പ് ലഭിക്കും. ആ ഒരു എയർ ഡ്രോപ്പിൽ എത്ര പോയിന്റ്സാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ എയർ ഡ്രോപ്പിൻ്റെ പോയിന്റ്സ് ലഭിക്കാൻ വേണ്ടി ഇവിടെ ക്ലെയിം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കുറേ ടാസ്കുകൾ ഇവിടെ വന്നിട്ടുണ്ടാകും. അതായത് നിങ്ങളുടെ ഇവരുടെ ട്വിറ്റർ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, റീട്വീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ ടാസ്കിലും നേരെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ജസ്റ്റ് ഈ ഒരു ടാസ്കിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ബാക്ക് അടിച്ചാൽ തന്നെ മതി. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, കാരണം ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. സോ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ അതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് വന്നപ്പോൾ തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് കാണാൻ പറ്റും. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആഡ്സ് വരും. ആഡ്സ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു പോയിന്റ് നമ്മളുടെ ടോട്ടൽ പോയിന്റ്സിൽ ആഡ് ചെയ്ത് കാണാൻ പറ്റും. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് KYC എന്നുള്ള ഭാഗമാണ്. KYC എന്നുള്ള ഈ ഒരു ഓപ്ഷൻ താഴെ ഭാഗത്ത് കാണാൻ പറ്റും. ഓൾറെഡി നിങ്ങളുടെ ഓൾഡ് അക്കൗണ്ടിൽ KYC ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആണ്, അതായത് വെരിഫൈഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഇനി KYC ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. സോ നെക്സ്റ്റ് ഓപ്ഷൻ സ്റ്റേക്ക് എന്ന ഓപ്ഷനാണ്. ഓൾറെഡി പുതിയ ഈ ഒരു ആപ്ലിക്കേഷനിൽ പുതിയതായിട്ട് വന്നൊരു ഓപ്ഷനാണ്. സ്റ്റേക്ക് നൗ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ കുറേ ഓപ്ഷനുകൾ കാണാറുണ്ട്. മുകളിലത്തെ ബോക്സിൽ നമ്മൾ എത്ര ടോക്കൺ ആണോ സ്റ്റേക്ക് ചെയ്യേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്യും. ടോട്ടൽ ബാലൻസ് താഴെ കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ 1 മന്തിനാണോ അല്ലെങ്കിൽ 3 മന്ത്, അതുപോലെ 6 മന്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ മന്തിനും എത്ര എക്സ് വെച്ചിട്ടാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. 12 മാസത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. ഞാനിവിടെ 100 ടോക്കൺ കൊടുത്തു. അതുപോലെ ഈ ഒരു 12 മാസം സെലക്ട് ചെയ്തിട്ട് താഴെയുള്ള അതായത് സ്റ്റേക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ സ്റ്റേക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ടോക്കൺ സെലക്ട് ആവും. ഇവിടെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ അതെല്ലാം നോക്കിയിട്ട് ചെയ്യുക. സോ അടുത്ത ഓപ്ഷൻ വന്നിട്ടുള്ളത് ഇവിടെ സെൻഡ് എന്നുള്ള ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ടോക്കൺ ഞങ്ങൾക്ക് വാലറ്റിലോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സീലിയ ടോക്കൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് റിസീവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ടോക്കൺ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ നമ്മുടെ അക്കൗണ്ടിലോട്ട് റിസീവ് ചെയ്യാനും പറ്റും. സോ നെക്സ്റ്റ് അവിടെ സോഷ്യൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ സോഷ്യൽ പേജുകളാണ്. അത് അതിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ഓപ്ഷൻ വരുന്നത് മൈൽസ്റ്റോൺ മാനേജ്മെൻ്റ് ആണ്. അതായത് നമുക്ക് ഓരോ
ഓരോ നമ്മുടെ പോയിന്റ്സിനനുസരിച്ചിട്ട് ഓരോ റിവാർഡൊക്കെ കിട്ടുക എന്ന് പറയില്ല, അതുപോലെ തന്നെ ഓരോരോ റിവാർഡുകളാണ്. 1 റിവാർഡ് ഇവിടെ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ഞാൻ ക്ലെയിം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആഡ്സ് വരും, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അത് മൊത്തം റെഫറൽ സിസ്റ്റമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. റെഫർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഓരോ അച്ചീവ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നത്. സോ അടുത്ത ഓപ്ഷൻ ഇൻവൈറ്റ് ഓപ്ഷനാണ്. ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഫ്രീ ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഫോണിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. റെഫർ കോഡ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ ക്ലെയിം എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മന്ത്ലി റിവാർഡ്സ് ഫീച്ചർ അവൈലബിൾ ലാസ്റ്റ് ഡേ ഓഫ് ദി അത്, അതായത് ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ആ ടോക്കൺ ആയിട്ട് തന്നെ മന്ത്ലി അത് ക്ലെയിം ആവും. നെക്സ്റ്റ് നമുക്ക് പോയിന്റ്സ് നേടാനുള്ള ഒരു ഓപ്ഷനാണ് മുകളിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രീ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഒരു ഗിഫ്റ്റ് ബോക്സും ഉണ്ടാവും. അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലുള്ള ഒരു പേജ് വന്നിട്ടുണ്ടാവും, ഏൺ ബോണസ് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ താഴെയുള്ള വാച്ച് ആൻഡ് ഏൺ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പത്തെ പോലെ തന്നെ ഒരു ആഡ്സ് വരും. ആഡ്സ് കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 3 മിനിറ്റ് തോന്നുന്നുണ്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. സോ ഈ ഒരു പുതിയ ആപ്ലിക്കേഷനിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ടോക്കൺ ഇവിടെ ട്രേഡിങ്ങിലോട്ട് വന്നിട്ടില്ല. സോ അതിന് മുന്നേ തന്നെ നല്ല രീതിയിൽ തന്നെ ടോക്കൺസ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കളക്ട് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ കുറേ ആളുകൾ എലിജിബിൾ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ ഒരു ടോക്കൺസ് ഒക്കെ നമ്മുടെ വാലറ്റിലോട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തവരാണെങ്കിൽ അതൊക്കെ ചെയ്തു വെക്കുക. അതുപോലെ തന്നെ സ്റ്റേക്കിങ്ങിനും ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഈ ഒരു സെക്കൻഡ് ആപ്ലിക്കേഷനിൽ റിവാർഡൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും. സോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാമിലൊക്കെ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒക്കെ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു ദിവസമായിട്ട് കാണാം.